ഹലോ ഗായ്സ്, അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഇത് നമ്മൾ റെഡി ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ ഈ ഒരു ഡ്രസ്സ് ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൻ്റെ പേരും നമ്മളെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം എന്നുള്ളത്. ഞാൻ എന്തായാലും നാളത്തെ വീഡിയോയിൽ ഞാൻ അവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ആ ഷോപ്പൊക്കെ ഇച്ചുവാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പോകുന്നത് അമ്മേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം ദാനു ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ദാനുമാമനുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് ഇച്ചുവിന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ കളിക്കാനുണ്ടെന്ന് അറിയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അമ്മാച്ചനാണെങ്കിൽ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണിട്ട് കാലൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതായി ആകെ സീനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം വടിയൊക്കെ ഊത്തിയിട്ടാണ് നടക്കുന്നത്. ഇപ്പം വലിയ കുഴപ്പമില്ല, വേദനയൊക്കെ കുറവുണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ തിന്ന് നേർച്ചയുണ്ട് ഗൈസ് അമ്മയുടെ നാട്ടിൽ തന്നെ. അപ്പം നേർച്ചക്ക് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ഓട്ടോ ഒക്കെ ആക്കി നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അയാറ് മുമ്പ് നേർച്ചയാണ് കേട്ടോ, മുല്ലക്കൊടി. അങ്ങനെ നേരെ അവിടത്തേക്ക് കയറി. ദാനുവിനന്നും കടന്നൊരു മോതിരം വേണമെന്ന് പറഞ്ഞു കേട്ടോ. മോതിരം പേരെഴുതി നിന്ന് മോതിരം, അങ്ങനെ അവൻ്റെ പേരൊക്കെ എഴുതി മോതിരം അവനിട്ടു. മുമ്പ് ചെറുപ്പത്തിൽ ഞാൻ ചേച്ചിയൊക്കെ പോകുന്ന സമയത്തും നമ്മളും ഇതുപോലെ മോതിരത്തിൽ പേരൊക്കെ എഴുതി കീ ചെയിനിലും പേരിൽ എഴുതിയിടുന്നതല്ലാന്ന് ഓർമ്മ വന്നത്. പിന്നെ ഇച്ചുവിന് വണ്ടി വേണമെന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു വണ്ടിയൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ ഇങ്ങനെ ഒന്ന് നടക്കാൻ തുടങ്ങി. സാധാരണ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ന് ഞാൻ വേഗം നമ്മൾ പോയി വന്നു എന്ന് പറഞ്ഞതൊക്കെയായിരുന്നു. അങ്ങനെ വേഗം ഓട്ടോ ഒക്കെ വിളിച്ച് നമ്മുടെ അടുത്ത സ്പോട്ടിലെത്തി ബസ്സിന് വേണ്ടി ഇങ്ങനെ കാത്തു നിന്നു. അതൊരു 1.5 കാത്തിരിപ്പായിരുന്നു. ബസ് കിട്ടിയതേ ഇല്ല. വൈകി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ തലപ്പറമ്പിലോട്ട്. പകുതി എത്തിയപ്പോഴേക്കും മുയ്യത്തുനിന്ന് ദാനും വിലമ്മിയും ആൻറ്റിയൊക്കെ ഇറങ്ങിപ്പോയി. അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മുടെ യാത്ര തുടർന്നു. മുയ്യെത്തുമ്പം കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഇപ്പം റോഡ് സൈഡിൽ മൊത്തം അവരവരുടെ പച്ചക്കറികളും സാധനങ്ങളൊക്കെ ആയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അവർ തന്നെ കൃഷി ചെയ്ത സാധനങ്ങൾ കേട്ടോ. അത് കാണാൻ തന്നെ നല്ല രസമാണ്.